Dear students, welcome back to Nibra Secondary School on YouTube class. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ ഒരു ഭാഗത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് നമ്മൾ പോവുകയാണ്. എട്ടാമത്തെ ചാപ്റ്ററാണ്. എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോക്കൂ, കേരള ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി അല്ലെങ്കിൽ ടുവാർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ടുവാർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റി, കേരള ഒരു നവ യുഗത്തിലോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ചില ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ദുരാചാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ അതിനെതിരെ എതിർത്ത ചില സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. അതായത് പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ചില സോഷ്യൽ എവിൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക തിന്മകൾ അല്ലെങ്കിൽ ദുരാചാരങ്ങൾ, അങ്ങനത്തെ കുറച്ച് നിലനിന്നിരുന്നു. അതിനെതിരെ എതിർത്ത, അതിനൊരു മാറ്റം കൊണ്ടുവന്ന ചില ആളുകളുണ്ട്, വ്യക്തികളുണ്ട്. അവരാണ് സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹിക പരിഷ്കർത്താക്കൾ. ഈ ഒരു സോഷ്യൽ ലെവൽസിനെ എതിർത്ത ചില സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ടോട്ടലായിട്ട് പഠിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരെന്തിനൊക്കെയാണ് എതിർത്തത്, ഏതൊക്കെ സോഷ്യൽ ലെവൽസിനെയാണ് എതിർത്തത്, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ തുടങ്ങിയ സംഘടനകൾ എന്നിവയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ടുവാർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റി ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കുക. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ ഒരു ചിത്രം നോക്കുക. കണ്ടോ, പണ്ട് കാലങ്ങളിൽ കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു വലിയ ജന്മി അല്ലേ, ആ ജന്മിക്ക് ഒരു കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരാളും കൂടി കാണാം നമുക്ക് ചിത്രത്തിൽ. അപ്പം അതിനർത്ഥം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സീന് കാണുന്നുണ്ടോ? ആർക്കെങ്കിലും കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സീന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല. അത് പണ്ട് കാലങ്ങളിൽ ഒരു ജന്മിത്ത വ്യവസ്ഥയിലുള്ള ഒരു സമ്പ്രദായമായിരുന്നു. ഇങ്ങനെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുതിർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ കുടയും അവരുടെ സാധനങ്ങളും ഒക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു രീതികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കാം. അവിടെ ചെറിയൊരു കുമാരനാശൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ വരികൾ കൊടുത്തിട്ടുണ്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. എന്താണ് തൊട്ടുകൂടാത്തവർ? എന്താ തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞാൽ തൊടുക അല്ലെ, നമുക്ക് തൊടാൻ പറ്റില്ല, അതാണ് തൊട്ടുകൂടാത്തവർ. തൊടാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ തീണ്ടുകൂടാത്തവർ, തീണ്ടുകൂടുക എന്ന് പറഞ്ഞാൽ ഒപ്പരം ഭക്ഷണം കഴിക്കുക, ഒപ്പരം ഭക്ഷണം കഴിക്കാത്ത ആളുകളുമുണ്ട്. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? തൊട്ടുകൂടാൻ പാടില്ല. അതായത് ഉയർന്ന ജാതിയുള്ള ആളുകള് താഴ്ന്ന ജാതിയുള്ള ആളുകളെ തൊട്ടുകൂടാൻ പാടില്ല, തൊടാനും പറ്റൂല. അതുപോലെ അതായത് താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാരെ തൊടാൻ പറ്റില്ല. പിന്നെ തീണ്ടുകൂടാ അല്ലെ, ഒപ്പരം നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. എന്താ അങ്ങനെ പറഞ്ഞാല്? ദൃഷ്ടിയിൽപ്പെട്ടാല് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാതെ അങ്ങനെ കണ്ടാൽ എന്താണ്? അവർക്ക് ദോഷമാണെന്നാണ് അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ആചാരങ്ങൾ. പിന്നെ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തരിങ്ങനെ എട്ടല്ലോഹോ ജാതിക്കാ മരങ്ങൾ. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാതികൾ, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. വലിയ ഉയർന്ന ജാതിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഹയർ ലെവൽ സൊസൈറ്റിയിൽ നല്ല ഹയർ ലെവലായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ലോവർ ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഉയർന്ന ജാതിക്കാരായ ആളുകൾ അവർക്ക് താഴ്ന്ന ആളുകളെ കൂടെ അവർ ഭക്ഷണം കഴിക്കില്ല, താഴ്ന്ന ജാതിക്കാർ ഇവരെ തൊടാൻ പറ്റില്ല, അതുപോലെ ഒപ്പരം നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മറ്റു കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, സോഷ്യൽ എവിൾസ് ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനെ നമുക്കൊരു ടോട്ടലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് എവിടെ നിന്ന് എടുത്തതാ? കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തതാ. അപ്പൊ ദുരവസ്ഥ എന്ന കൃതി എഴുതിയത് ആരാണ്? കുമാരനാശാൻ. ഓക്കെ,
What can you make out from these lines about the social condition of then the Kerala? കേരളത്തിന്റെ സോഷ്യൽ കണ്ടീഷൻ നമുക്ക് ഇതിൽ നിന്ന് എന്ത് നമുക്ക് പറയാൻ പറ്റൂലേ? The evil practices നമുക്ക് പറയാൻ പറ്റും എന്ത്? The evil practices prevailed in Kerala. നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും prevailed in കേരള. കേരളത്തിൽ എന്തുണ്ടായിരുന്നു? എവിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാല് ആ ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു നമുക്ക് പറയാൻ പറ്റും. പിന്നെ അപ്പർ കാസ്റ്റ് പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി മെയ്ഡ് ഇംപ്യൂർ ഇഫ് certain lower caste people came near or touch them. അല്ലേ? ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും എന്ത്? താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകള് എന്ത് ഉയർന്ന ജാതിക്കാരെ തൊടാനൊന്നും പറ്റൂല, അത് ഇംപ്യൂർ ആണ്. ഇംപ്യൂർ എന്ന് പറഞ്ഞാൽ അതൊരു ദോഷമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു കണ്ടീഷനുള്ള ഒരു അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്രയൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കേരളത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നു? ദ എവിൾ പ്രാക്ടീസസ്, അതായത് ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ പറയുന്നു എന്ത്? വാട്ട് വേർ ദ എവിൾ പ്രാക്ടീസസ് prevailed in Kerala society? കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവർ ആചരിച്ചു വന്നിരുന്ന എവിൾ പ്രാക്ടീസസ് ഏതൊക്കെയാണ്? എവിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ദുരാചാരങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ് ഈ എവിൾ പ്രാക്ടീസസ്? നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. ഓക്കെ, എവിൾ പ്രാക്ടീസസ് നമ്മൾ ഈ ദുരവസ്ഥ എന്ന് പറയും. കുമാരനാശാന്റെ ദുരവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട് എന്ത്? തൊട്ടുകൂടാത്തവർ. തൊട്ടുകൂടുക എന്ന് പറഞ്ഞാല് ടച്ച് ചെയ്യുക അല്ലേ? അപ്പൊ തൊട്ടുകൂടാത്തവരാണ്. അപ്പൊ അൺടച്ചബിലിറ്റി ഒരു എവിൾ പ്രാക്ടീസിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്? അൺടച്ചബിലിറ്റി. തൊട്ടുകൂടാൻ പറ്റാത്തവർ. ഓക്കെ, തൊട്ടുകൂടായ്മ. പിന്നെ പറയുന്നു എന്ത്? ചൈൽഡ് മാരേജ് മറ്റൊരു സോഷ്യൽ എവിൾ പ്രാക്ടീസസ് ആണ്. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. ഓക്കെ, എന്താ ഇതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്താ? ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയെ എന്തൊരു ജാതിയിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെയുള്ള തമ്മിലുള്ള വേർതിരിവ്, ജാതി വിവേചനം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, അൺടച്ചബിലിറ്റി പറഞ്ഞു, ചൈൽഡ് മാരേജ് പറഞ്ഞു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, എന്താ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വിവേചനം. അതായത് സ്ത്രീകൾക്ക് ഒരു ഈക്വാലിറ്റിയും ഇല്ല. എല്ലാം എന്താണ്? പുരുഷന്മാർക്കാണ്, ആണുങ്ങൾക്കാണ് എല്ലാ ഇതിലും മേൽക്കായ്മ ഉള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീ പുരുഷ വിവേചനം. ഓക്കെ, പിന്നെ പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ discrimination in clothing and occupation. എന്താ? ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്, വസ്ത്രധാരണത്തിലുള്ള വിവേചനം, അതുപോലെ തൊഴിലിലുള്ള ഒക്കുപ്പേഷനിലുള്ള വിവേചനം. പിന്നെ പറയുന്ന അടുത്ത ഒന്നാണ് ഡ്വെല്ലിംഗ്. എന്താ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാല്? അത് ഇപ്പോഴുമുള്ള ഒരു സോഷ്യൽ എവിളാണ്. ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ എവിളാണ് ഏത്? ഡ്വെല്ലിംഗ്, അതായത് സ്ത്രീധനം. സ്ത്രീധനമാണ് എന്ത്? ഡ്വെല്ലിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് എന്താണ്? സോഷ്യൽ എവിൾ പ്രാക്ടീസസ് ആണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാണ് ഏത്? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. അൺടച്ചബിലിറ്റി, ചൈൽഡ് മാരേജ്,
കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ് ആൻഡ് ഒക്യുപ്പേഷൻ, ഡ്വെല്ലിംഗ്. ഓക്കെ, ഇത്രയും എന്തുണ്ട് സോഷ്യൽ എവിൾ പ്രാക്ടീസസ് അല്ലെ, കേരളത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ എവിൾ പ്രാക്ടീസസ് ആണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ. ഓക്കെ, തൊട്ടുകൂടായ്മ, അതാണ് എന്ത് അൺടച്ചബിലിറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ മലയാളമൊക്കെ എഴുതി വെച്ചു കേട്ടോ, ഇതേപോലെ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ. പിന്നെ പറയുന്നു ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹം, ചെറിയ കുട്ടികളെ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക, അതാണ് എന്ത് ചൈൽഡ് മാരേജ്. ഇതും എന്തുണ്ടായിരുന്നു ഒരു സോഷ്യൽ ലെവലാണ്, പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി, ജാതി വിവേചനം. ഓക്കെ, അതാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എങ്ങനെയാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവുക? ഉയർന്ന ജാതികളും താഴ്ന്ന ജാതികളും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാരെ കാണാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം, അതാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ പറയുന്നു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ പുരുഷ വിവേചനം. ഓക്കെ, എന്താണ് സ്ത്രീ പുരുഷ വിവേചനം? സ്ത്രീകളും ആണുങ്ങളും, ഓക്കെ, ആണുങ്ങൾക്ക് സൊസൈറ്റിയിൽ എല്ലാ മേഖലയിലും ആണുങ്ങൾക്കാണ് മേൽക്കായ്മ, എവിടെയും സ്ത്രീകൾക്ക് അധികാരമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അവിടെ നടക്കുന്നത് സാമൂഹിക തിന്മയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ പുരുഷ വിവേചനമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ് ഒക്യുപ്പേഷൻ, വസ്ത്രധാരണയിലുള്ള വിവേചനം. ഓക്കെ, സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേരള സൊസൈറ്റിയിൽ. താഴ്ന്ന ജാതിക്കാർക്ക് വസ്ത്രം ധരിക്കാൻ പറ്റില്ല, അതായത് താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ടുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് പോലും ധരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കേരള സൊസൈറ്റിയിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് മേൽമുണ്ട് മറയ്ക്കൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഒക്യുപ്പേഷൻ, തൊഴിലിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡ്വെല്ലിംഗ്, സ്ത്രീധനം അധികമായിട്ട് വാങ്ങുന്ന രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സോഷ്യൽ എവിൾസ് ആണ് പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന സോഷ്യൽ എവിൾസ് ആണ്. ഇതൊന്നല്ല കേട്ടോ, ഒരുപാട് സോഷ്യൽ എവിൾസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളില് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് സോഷ്യൽ എവിൾസ് പ്രിവൈൽഡ് ഇൻ കേരള എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സോഷ്യൽ എവിൾസ് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സതി പോലെയുള്ള, സതി എന്ന് പറയുന്ന സോഷ്യൽ എവിളാണ്, ഒരു സമ്പ്രദായമാണ്. ഓക്കെ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയില് ചാടി മരിക്കുക, അതെന്താണ് അടുത്ത ഒരു സോഷ്യൽ എവിളാണ് സതി. ഓക്കെ, സതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതുണ്ടായിരുന്നു അല്ലെ. ഭർത്താവ് മരിച്ചാല് ഭാര്യ എന്ത് ചെയ്യണം? ആ ഭർത്താവിനെ ദഹിപ്പിക്കുമ്പോൾ, ഭർത്താവിനെ കത്തിച്ചാൽ ദഹിപ്പിക്കൂലേ, ആ സമയത്ത് ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന്റെ കൂടെ മരിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതാണ് സതി എന്ന് പറയുന്ന സിസ്റ്റം. ആ സിസ്റ്റവും കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ സോഷ്യൽ ലെവൽ പ്രാക്ടീസസ്, ഒരു ദുരാചാരമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ദുരാചാരങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും സോഷ്യൽ ലെവൽ പ്രാക്ടീസസ്, കേരളത്തിലുള്ള സോഷ്യൽ ലെവൽ പ്രാക്ടീസസിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി പറയുന്നു, അടുത്ത പേജ് നോക്കുക. മെനി സോഷ്യൽ എവിൾ ലൈക്ക് the denial of equal opportunity and exploitation prevailed in Kerala to rigid caste hierarchy. ഓക്കെ, ജാതി വ്യവസ്ഥയുടെ, കാസ്റ്റ് ഹൈറാർക്കി എന്ന ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് വിവേചനങ്ങളും കേരള സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. Okay, the discrimination was apparent in clothing, occupation, dwelling, language, even names. Okay, വിവേചനം എന്ന് പറയുന്നത് സ്ത്രീധനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രദാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്യുപ്പേഷന്റെ കാര്യം, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഭാഷയുടെ ഇതിലാണെങ്കിലും ഈവൻ നെയിമിന്റെ പേരിലും ഒക്കെ എന്തുണ്ടായിരുന്നു? ഡിസ്ക്രിമിനേഷൻ, വിവേചനം നിലനിന്നിരുന്നു കേരള സൊസൈറ്റിയിൽ. വുമൻസ് വെർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സ്ത്രീകൾക്ക് ഒരു സമത്വം ഇല്ലായിരുന്നു. അതാണ് ഈ ഡിനൈഡ് എന്ന് പറഞ്ഞാൽ തടയുക. സ്ത്രീകൾക്ക് സമത്വം എന്ത് ചെയ്തിരുന്നു? തടഞ്ഞു വെച്ചിരുന്നു. It is this social condition that prompted Swami Vivekananda to describe
ദ കേരളാസ് ആസ് എ ലുനാറ്റിക് അസല്യം. ഓക്കെ, ഇത്രയും സോഷ്യൽ കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ദുരാചാരങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്ത് വിളിച്ചു? ലുനാറ്റിക് അസല്യം. ലുനാറ്റിക് ലുനാറ്റിക് അസല്യം എന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്താ ലുനാറ്റിക് അസല്യം എന്ന് പറഞ്ഞാല് കേരളം ഒരു ലുനാറ്റിക് അസല്യമാണ്. കേരള ഈസ് എ ലുനാറ്റിക് അസല്യം. ദാറ്റ് മീൻസ് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദമാണ് എന്ത്? കേരളം ഒരു ഭ്രാന്താലയം, അല്ലെങ്കിൽ കേരളം ഒരു ലുനാറ്റിക് അസല്യം, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? Some of the evil that prevailed in, that is practices in the Kerala. The evils are the untouchability, child marriage, caste discrimination, gender discrimination, discrimination in clothing and occupation, dwelling. These are all existing in our society. നമ്മുടെ സൊസൈറ്റിയിൽ ഇതെല്ലാം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്ത് വിളിച്ചത്? ലുനാറ്റിക് അസല്യം, അല്ലെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നു ഓരോ വ്യക്തികളെ കുറിച്ച്, സോഷ്യൽ റിഫോമേഴ്സ്. ഇവിടെ പറയുന്നു, where any such evil custom prevailed in your locality, collect the information. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും evil പ്രാക്ടീസസ് ഉണ്ടായിരുന്നു, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ആ കാലഘട്ടങ്ങളിൽ ചില സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് ഈ എവിൾ പ്രാക്ടീസിനെതിരെ നടന്നിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ, അതായത് ചില സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിൻ്റെ ലീഡേഴ്സിനെ കുറിച്ചും അതിൻ്റെ ആക്ടിവിറ്റികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ മെയിൻ കാര്യമാണ് നമ്മുടെ ഇനി പഠിക്കാൻ പോകുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ച്. അതിൽ ഓരോ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എവിൾ പ്രാക്ടീസസ് എല്ലാവർക്കും ഓർമ്മ വേണം കേട്ടോ. ഈ ഓരോ എവിൾ പ്രാക്ടീസസിനും എതിരെ എന്ത് നടക്കുന്നുണ്ട്? പ്രക്ഷോഭങ്ങൾ കേരള സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വെൽസ് ടു റെസിസ്റ്റ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെ എതിർത്ത ഒരു കിണറിനെ കുറിച്ചുള്ള ചെറിയ ഇത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരാളെ പഠിക്കുന്നു. വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ്, വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ആദ്യത്തെ സോഷ്യൽ റിഫോമേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇവരൊക്കെ എന്താണ്? ഞാൻ ഇതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാം കേട്ടോ. ഹെഡിങ് ഒന്ന് നമ്മൾ വായിക്കുന്നു. ഓക്കെ, സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നു. അതിൽ ആദ്യത്തെ സോഷ്യൽ റിഫോമർ ആണ്, സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിൽ കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ വാസ് വൺ ഓഫ് ദ ഏർലിയർ സോഷ്യൽ റിഫോമേഴ്സ് ഇൻ കേരള. കേരളത്തിലുള്ള ആദ്യകാലങ്ങളിലുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ്, സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ഹി വാസ് ബോൺ അറ്റ് ശാസ്താംകോയിൽ ഇൻ കന്യാകുമാരി. ഓക്കെ, അദ്ദേഹത്തെ എവിടെയാണ് ജനിച്ചത്? ബോൺ ഇൻ ശാസ്താംകോയിൽ. ഓക്കെ, ശാസ്താംകോയിൽ അറ്റ് കന്യാകുമാരി. ഓക്കെ, കന്യാകുമാരിയിലുള്ള കന്യാകുമാരിയിലുള്ള ശാസ്താംകോയിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ദ അവർണാസ്, അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ദ അവർണാസ്, സോ കോൾഡ് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ. അപ്പൊ അവർണര് അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡിലാണ്, കാലഘട്ടത്തിലാണ് അവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്?
ലോവർ കാസ്റ്റ് പീപ്പിൾ ആണ്, താഴ്ന്ന ജാതിക്കാരാണ്. were prohibited from drawing water from the well used by the Savarnas, so called upper caste people. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ സമയത്ത് എന്ത് അവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോവർ കാസ്റ്റ് പീപ്പിൾ ആണ്. അപ്പൊ അവർണർക്ക് എന്ത് സവർണർ ഉപയോഗിക്കുന്ന കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ എന്തില്ലായിരുന്നു? അധികാരമില്ലായിരുന്നു. ഓക്കെ, മനസ്സിലായിരുന്നോ? അവർണരും സവർണരും. അവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോവർ കാസ്റ്റ് പീപ്പിൾ ആണ്. ലോവർ കാസ്റ്റ് പീപ്പിൾ, അതായത് താഴ്ന്ന ജാതിക്കാര്. സവർണർ എന്ന് പറഞ്ഞാലോ? സവർണർ, ഓക്കെ, അല്ലെങ്കിൽ സവർണാസ്. സവർണർ എന്ന് പറഞ്ഞാല് അപ്പർ കാസ്റ്റ് പീപ്പിൾ ആണ്. അപ്പർ കാസ്റ്റ് പീപ്പിൾ, അതായത് ഉയർന്ന ജാതിക്കാര്. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ അധികാരമില്ലായിരുന്നു. ഓക്കെ, അത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സമയത്താണ്, വൈകുണ്ഠ സ്വാമികളുടെ സമയത്താണ് അവർണർക്ക് പറഞ്ഞാൽ ലോവർ കാസ്റ്റ് പീപ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഹയർ കാസ്റ്റ് പീപ്പിൾ ഉപയോഗിക്കുന്ന സവർണർ ഉപയോഗിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം കോരാൻ അധികാരമില്ലായിരുന്നു. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ ചാലഞ്ച് ദീസ് സോഷ്യൽ അബ്യൂസ് ബൈ ഡിഗിങ് വെൽസ്. അപ്പൊ ഈ ഒരു സോഷ്യൽ അബ്യൂസിനെ, ഈ ഒരു സാമൂഹിക തിന്മയെ അദ്ദേഹം എങ്ങനെയാണ് എതിർത്തിട്ടുള്ളത്? ഡിഗിങ് വെൽസ്. ഓക്കെ, ഡിഗിങ് വെൽസ് എന്ന് പറഞ്ഞാൽ കിണറുകൾ കുഴിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ എതിർത്തു. വിച്ച് വെർ ഫ്രീ ഫോർ യൂസ് എവരിവൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എന്നിട്ട് ആ ഒരു കിണർ എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ആ കിണറിൽ നിന്ന് വെള്ളം കോരാമെന്നുള്ള ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ വൈകുണ്ഠ സ്വാമികളുടെ സമയത്ത് സവർണർ ഉപയോഗിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം കോരാൻ അധികാരമില്ലായിരുന്നു. അതിനെതിരെ അതിനെ എതിർത്ത് കണ്ട് വൈകുണ്ഠ സ്വാമികള് ഒരു കിണറുകൾ കുഴിക്കുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കിണറുകൾ കുഴിക്കുകയും അതിന്റെ താഴ്ന്ന ജാതിക്കാർക്കും ഏത് ജാതിക്കാർക്കും എന്ത് ചെയ്യാം? ആ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇത് ഇറക്കുന്നു. ഓക്കെ, അതാണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്താവന. ഓക്കെ, ഈ ഓൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇന്റർഡൈനിങ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് പറയുന്ന ഒന്നാമത്തെ ആക്ടിവിറ്റി ആണ് ചാലഞ്ച് ദ സോഷ്യൽ അബ്യൂസ് ബൈ ഡിഗിങ് വെൽസ്. ഓക്കെ, ഡിഗിങ് വെൽസ്, കിണറുകൾ കുഴിച്ച് എന്ത് ചെയ്തു? വിച്ച് ആർ ഫ്രീ ഫോർ യൂസ്. എന്തിനാണ് ഡിഗിങ് വെൽസ്? ഫോർ ചാലഞ്ചിങ് സോഷ്യൽ അബ്യൂസ്. ഓക്കെ, സോഷ്യൽ അബ്യൂസ്, സമൂഹത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ അബ്യൂസിനെതിരെ എതിർത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ബൈ ഡിഗിങ് വെൽസ്. ഓക്കെ, ഡിഗിങ്, കിണറുകൾ കുഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിച്ച് വേർ ഫ്രീ for use by everyone irrespective of ജാതി വ്യവസ്ഥകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, ഇതേ വൈകുണ്ഠ സ്വാമികളുടെ ഒരു ആദ്യത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഡിഗിങ് വെൽസ്. പിന്നെ നെക്സ്റ്റ് നോക്കാം. ഹി ഓൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇന്റർഡൈനിങ്. ഓക്കെ, പ്രാക്ടീസ് ഓഫ് ഇന്റർഡൈനിങ് അല്ലെങ്കിൽ മിശ്ര ഭോജനം എന്ന് പറയും. അതായത് ഇന്റർഡൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൂലേ, സമൂഹത്തിൽ ആ ഒരു സമയത്ത് നിലനിന്നിരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് താഴ്ന്ന ജാതിക്കാരെ കൂടെ ഉയർന്ന ജാതിക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഓക്കെ, ആ അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെതിരെ ഇദ്ദേഹം വൈകുണ്ഠ സ്വാമികള് പ്രതിഷേധിച്ചത് എങ്ങനെയാണ്?
കണ്ടക്ടിങ് ഇന്റർ ഡൈനിങ് അല്ലെ മിശ്ര ഭോജനം അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണ്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ചാലഞ്ചുകൾ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞു ഹി ഓൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ് സമപന്തി ഭോജനം. ഓക്കെ, അതിനൊരു സമപന്തി ഭോജനം എന്നാണ് പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ്ങിന് പറയാം, സമപന്തി ഭോജനം. വെർ പീപ്പിൾ കളക്ട് ആൻഡ് കുക്ക്ഡ് റൈസ്, cereals ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഡൈൻഡ് ടുഗദർ. ഓക്കെ, സമപന്തി ഭോജനത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, സാധനങ്ങൾ അരിയും അതുപോലെ പയറുവർഗ്ഗങ്ങളും ഒക്കെ കളക്ട് ചെയ്യുകയും അത് കുക്ക് ചെയ്യുകയും എന്നിട്ട് അത് എന്ത് ചെയ്തു, ഡൈൻഡ് ടുഗദർ, അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. റെസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ജാതി വ്യവസ്ഥകൾക്ക് അതീതമായിട്ട് ഒക്കെ ഇത് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റുകളായിട്ട് കൊടുക്കുന്നുണ്ട്. റൈസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദ എവിൽ കസ്റ്റംസ് ഓഫ് പ്രിവെന്റിംഗ് വുമൻ ഓഫ് ദ സോ കോൾഡ് ലോവർ കാസ്റ്റ് ഫ്രം വിയറിംഗ് അപ്പർ ക്ലോത്ത്. ഓക്കെ, മേൽമുണ്ട് ധരിക്കുന്നതിന് സ്ത്രീകൾക്ക് ആ സമയത്ത് മേൽമുണ്ട് ധരിക്കുന്നതിന് നിഷേധി ഉണ്ടായിരുന്നു. ഓക്കെ, മേൽമുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു ആ സമയത്ത് സൊസൈറ്റിയിൽ. കേരളത്തിലെ സൊസൈറ്റിയിൽ താഴ്ന്ന ജാതിപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ആര്, വൈകുണ്ഠസ്വാമികൾ. അതാണ് ആ പറയുന്നത് റൈസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദ എവിൽ കസ്റ്റം ഓഫ് പ്രിവെന്റിംഗ് വിമൻ. ഓക്കെ, സ്ത്രീകൾക്ക് ആ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഈ ഒരു അവസ്ഥക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് സോ കോൾഡ് ലോവർ കാസ്റ്റ് ഫ്രം വിയറിംഗ് അപ്പർ ക്ലോത്ത്. പിന്നെ പറയുന്നു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി. ക്ഷേത്രത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നില്ല, കയറുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതിനെതിരെയും ആര് പ്രതികരിച്ചിട്ടുണ്ട്, വൈകുണ്ഠസ്വാമികൾ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നു ഫോംഡ് സപ്ത സമാജം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഒരു ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയാണ്, ഫോർ ക്യാരിയിങ് ഔട്ട് സോഷ്യൽ റിഫോംസ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ് ഏത്, സമത്വ സമാജം. ഓക്കെ, എന്താണ് സമത്വ സമാജം? സമത്വ സമാജം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് സമത്വ സമാജം. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു സമത്വ സമാജം എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്? ഫോർ ദെയർ സോഷ്യൽ റിഫോംസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സോഷ്യൽ റിഫോമിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു സമത്വ സമാജം എന്ന് പറയുന്ന ഈ ഒരു ഒന്നുണ്ടാക്കിയിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. The activities of Swamigal inspired the Channa revolt, otherwise as known as the upper cloth mutiny. ഓക്കെ, ഈ സ്വാമികളുടെ ചില പ്രവർത്തനങ്ങൾ എന്തിനൊക്കെ പ്രചോദനമായിട്ടുണ്ടെന്ന് പറയുന്നു. ചെന്നാർ റിവോൾട്ട്, ചെന്നാർ ലഹളയ്ക്ക്, ചെന്നാർ പ്രക്ഷോഭത്തിന് എന്തായിട്ടുണ്ട്, ഒരു ഇൻസ്പയർ ആയിട്ടുണ്ട്. ഈ ചെന്നാർ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മേൽമുണ്ട് സമരം. ഓക്കെ, ദ അപ്പർ ക്ലോത്ത് മ്യൂട്ടിനി, മേൽമുണ്ട് സമരം എന്നാണ് ഈ ചെന്നാർ റിവോൾട്ടിനെ പറയുക. ഓക്കെ, that fought for the right of the Channar women to wear upper cloth and knee length garments. Okay, അപ്പോൾ ചെന്നാർ റിവോൾട്ട് എന്താണ് ചെന്നാർ, വാട്ട് ഈസ് ചെന്നാർ റിവോൾട്ട്? അതായത് ചെന്നാർ റിവോൾട്ട് ഈസ് ദ ഫോർട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ദ ചെന്നാർ വുമൻ. ചെന്നാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടുത്തെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനും അതുപോലെ ആഭരണങ്ങൾ ധരിക്കാനും ഒന്നും അവകാശങ്ങളില്ലായിരുന്നു. അപ്പം അതിനെതിരെയുള്ള ഒരു ലഹളയാണ്, അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് ചെന്നാർ റിവോൾട്ട് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയും. ഓക്കെ, ആ പോയിന്റും കൂടി മനസ്സിലാക്കി വെക്കണം. ദ ചെന്നാർ റിവോൾട്ട് ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫോർട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ദ ചെന്നാർ വുമൻ ടു വിയർ അപ്പർ ക്ലോത്ത്സ് ആൻഡ് ദ നീ ലെങ്ത് ഗാർമെന്റ്സ്. ഓക്കെ, ചെന്നാറിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് മേൽമുണ്ട് വസ്ത്രധാരണം നിഷേധിക്കപ്പെട്ടിരുന്നു. അത് മാത്രമല്ല അവർക്ക് മുട്ടുകൈ വരെ കാൽമുട്ട് വരെയൊക്കെയുള്ള ആഭരണങ്ങൾ ഇടാൻ അവർക്ക് അധികാരമില്ലായിരുന്നു. ഇതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് ഇത് ചെന്നാർ റിവോൾട്ട്. ഓക്കെ, ആ പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഹി സ്റ്റാൻഡ്സ് വൺ ഷുഡ് ഗെറ്റ് വേജസ് ഫോർ വർക്ക്. ഓക്കെ, പിന്നെ അതുപോലെ പറയുന്നു ആരെങ്കിലും ജോലി എടുത്താൽ അതിന് തുല്യതായിട്ടുള്ള വേജ്, കൂലി ലഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതും ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. Also influence the people. Okay, he expressed his
contempt towards the British government by referring as it was the when നീച ഭരണം. ഓക്കെ, അദ്ദേഹം ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്താണ്? വെൻ നീച ഭരണം അല്ലെങ്കിൽ ദ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ്. ഓക്കെ, വെള്ള പ്രേതങ്ങളുടെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ ഭരണത്തെ എന്താണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്? വെൻ നീച ഭരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെന്നാർ റിവോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ബോൺ ഇൻ ശാസ്താംകോയിൽ, കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികള് അദ്ദേഹം ആദ്യത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ എവിഡ് ഉണ്ടായിരുന്നു സമൂഹത്തില്. അവർണർക്ക് സവർണർ ഉപയോഗിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതിനെതിരെ ഇദ്ദേഹം ചാലഞ്ച് ചെയ്തു. എങ്ങനെയാണ് ചാലഞ്ച് ചെയ്തത്? ബൈ ഡിഗിങ് വെൽസ്, കിണറുകൾ കുത്തിക്കാണ്ടാണ്, കിണറുകൾ കുഴിച്ച് അതിനെ ചാലഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഫ്രീ ഫോർ യൂസ് ബൈ എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഓക്കെ, ജാതി മതഭേദമന്യേ ആർക്കും അതിൽ നിന്ന് വെള്ളം കോരാം എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥയെ എതിർക്കുകയാണ്. പിന്നെ പറയുന്നു പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ്, എല്ലാവരും മിശ്ര ഭോജനം നടത്തി, സമപന്തി ഭോജനം അല്ലെ, എല്ലാവർക്കും മിശ്ര ഭോജനം നടത്തി ഉള്ള വൈകുണ്ഠ സ്വാമികൾ നടത്തിയിരുന്നു. പിന്നെ പറയുന്നു റൈസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദ എവിൾ കസ്റ്റംസ് പ്രിവെന്റിങ് വിമൻ ഓഫ് ദ സോ കോൾഡ് ലോവർ കാസ്റ്റ് ഫോർ വിയറിങ് അപ്പർ ക്ലോത്ത്. ഓക്കെ, മേൽമുണ്ട് ധരിക്കുന്ന സ്ത്രീകളുടെ മേൽമുണ്ട് ധാരണത്തിനെ കുറിച്ചുള്ളതിനെതിരെ ഇദ്ദേഹം പ്രതികരിച്ചിരുന്നു. പിന്നെ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പ്രൊഹിബിഷൻ ഓഫ് ടെമ്പിൾ എൻട്രി, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ എൻട്രി ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പിന്നെ പറയുന്നു ഫോംഡ് സമത്വ സമാജം ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് സോഷ്യൽ റിഫോംസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നു. ആ ഓർഗനൈസേഷന്റെ പേരാണ് സമത്വ സമാജം. എന്താണ് സമത്വ സമാജം? പിന്നെ നമ്മൾ പറയുന്നു ചെന്നാർ റിവോൾട്ട്. വാട്ട് ഈസ് ചെന്നാർ റിവോൾട്ട്? എന്താണ് ചെന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്? ചെന്നാർ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ചെന്നാർ റിവോൾട്ടിന്റെ മറ്റൊരു പേരാണ് അപ്പർ ക്ലോത്ത് മ്യൂട്ടിനി എന്ന് പറയുന്നത്. എന്താണ് അപ്പർ ക്ലോത്ത് മ്യൂട്ടിനി അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയും. ഓക്കെ, ചെന്നാർ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ചെന്നാർ ലഹള അല്ലെങ്കിൽ ചെന്നാർ പ്രക്ഷോഭം എന്നൊക്കെ വിളിക്കും. അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് അപ്പർ ക്ലോത്ത് മ്യൂട്ടിനി അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് മേൽമുണ്ട് സമരം. ഓക്കെ, ഇത് മറ്റൊരു പേരാണ്. എന്താണ് വാട്ട് ഈസ് ചെന്നാർ റിവോൾട്ട്? എന്താണ് ചെന്നാർ റിവോൾട്ട്? ദാറ്റ് ഫോർട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ദ ചെന്നാർ വുമൻ ടു വിയർ അപ്പർ ക്ലോത്ത്സ് ആൻഡ് ദ നീ ലെങ്ത് ഗാർമെന്റ്സ്. ചെന്നാർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശങ്ങളില്ലായിരുന്നു, ഗാർമെന്റ്സ് ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് ചെന്നാർ റിവോൾട്ട് അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് മ്യൂട്ടിനി. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത അദ്ദേഹത്തിന്റെ ഒരു വേർഡ് ഉണ്ട്, വൺ ഷുഡ് ഗെറ്റ് വേജസ് ഫോർ വർക്ക്. ആരെങ്കിലും തൊഴിലെടുത്താൽ ജോലി എടുത്താൽ തുല്യമായിട്ടുള്ള വേതനം അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള വേജ് ലഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതും വൈകുണ്ഠ സ്വാമികളാണ്. അത് മറന്നുപോയത്. പിന്നെ അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണത്തെ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതിനെ റെഫറിങ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? വെൻ നീച ഭരണം എന്നാണ്. ഓക്കെ, നീചന്മാരുടെ ഭരണം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ.